2025 ആദ്യ പകുതി പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമകളുടെ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം. ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ഓഫ്കോഴ്സ് നമുക്കറിയാം ലാലേട്ടൻ നായകനായ തുടരും സിനിമയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമ കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് 118 കോടിയോളം രൂപയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് നമുക്കറിയാം ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ലാലേട്ടന്റെ തന്നെ മറ്റൊരു സിനിമയായ എമ്പുരാനാണ്. എമ്പുരാൻ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 86 കോടി രൂപയാണ്. മൂന്നാം സ്ഥാനം വരുന്നത് ആലപ്പുഴ ജിങ്കാന ഏകദേശം 40 കോടിയോളം രൂപ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തു എന്നാണ്. നാലാം സ്ഥാനത്ത് കുഞ്ചാക്കോ ബോബൻ നായകനായിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി 29 കോടിയും. അഞ്ചാം സ്ഥാനത്തുള്ള രേഖാചിത്രം 27 കോടിയോളം രൂപയും നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തു എന്നതാണ് പ്രത്യേകത. ആറാം സ്ഥാനത്തുള്ളത് ദിലീപ് നായകനായ ലേറ്റസ്റ്റ് ഹിറ്റായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലിയാണ്. 17 കോടിയും. ഏഴാം സ്ഥാനത്തുള്ള ടൊവിനോയുടെ നരിവേട്ട തൊട്ടടുത്ത് തന്നെ 17.25 കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. 8ഉം 9ഉം സ്ഥാനങ്ങൾ നേടുന്നത് ബസൂക്കയും മരണമാസമാണ്. ബസൂക്ക 13 കോടിയും മരണമാസ് 12.75 കോടിയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 10ാം സ്ഥാനത്തുള്ളത് സുരാജ് വെഞ്ഞാറമൂടും ഷറഫുദ്ദീനും നായകനായി അഭിനയിച്ച പടക്കളം എന്ന സിനിമയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 12 കോടിയിലധികം രൂപയാണ് പടക്കളം എന്ന് പറയുന്ന സിനിമ നേടിയത്.